ഹലോ. അപ്പോൾ നാളെ അതായത് ജനുവരി 24-ാം തീയതി നമ്മളെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ എക്സാം ആണ്. ഉച്ചയ്ക്ക് 1:30-ക്കായിരിക്കും എക്സാം അല്ലേ. അപ്പോൾ നമുക്കൊരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും. ന്യൂ ഇയറിലെ ആദ്യത്തെ എക്സാം, PSC എക്സാം നമ്മൾ എഴുതാൻ പോവാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി അതിൽ ഓർമ്മ വരുമോ, ടെൻഷൻ ആവുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗിലായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത്. നമുക്കൊരു കുഞ്ഞ് സെഷനിലൂടെ കടന്നു പോവാം. ജസ്റ്റ് കാമായിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ ഇതുവരെ എത്ര നാൾ പഠിച്ചിരുന്നതെല്ലാം നമ്മൾ അവിടെ തന്നെ ഉണ്ട്, അത് എങ്ങോട്ടും പോകത്തില്ല. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരിക്കുക. നല്ല ബ്രീത്തൊക്കെ എടുത്തിരുന്നേ, നല്ലോണം ഇൻഹേലെടുത്തേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാം. അപ്പോൾ ഓക്കെ അല്ലേ, റെഡി അല്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ട് ഇത് 2x സ്പീഡിലൊന്നും ഇട്ട് കാണാൻ നിൽക്കരുത്. ജസ്റ്റ് കൂളായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് PSC എക്സാം നമ്മൾ കുറേ നാളായിട്ട് പഠിച്ച് നാളെ എക്സാം എഴുതി നമ്മൾ പോവാണ്. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ അധ്വാനമാണ് ആ സമയത്ത് ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പെർഫോം ചെയ്യേണ്ടത് ആണേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ, ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതും കൂടി നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഹോളിൽ എങ്ങനെ ആയിരിക്കണം, ഇപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് അടിക്കരുത്, സമാധാനത്തിരുന്ന് കേൾക്കണം. ഓക്കെ, വീട്ടിലോട്ട് വാ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 7 പോയിന്റ് ആയിരിക്കും പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅഷുറൻസ് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ നാളെ എന്ത് ചെയ്യാൻ പോവാ, ഒരു PSC എക്സാം എഴുതാൻ പോവാണ്. PSC എക്സാം എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയാണ് അവിടെ അളക്കുന്നത്, ഞാൻ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് തന്നെ നോക്കും. ഞാൻ എന്തുമാത്രം സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അതിനകത്ത് നമുക്ക് കാണിക്കേണ്ടി വരും. കാരണം നമ്മൾ എത്രയും നാൾ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ 1.25 മണിക്കൂറിന് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എന്തും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം കാമായിട്ടിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യും, എക്സാമിന് മെഷർ ചെയ്യും. ഓക്കെ. ഈ കോമ്പറ്റീവ് എക്സാംസിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്, നമ്മൾ എത്രമാത്രം പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നു, നമ്മൾ എത്രമാത്രം സമാധാനപരമായിട്ടിരിക്കുന്നു, നമുക്ക് എന്തുമാത്രം റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്തുമാത്രം മെമ്മറി ഉണ്ട് എന്നുള്ള പല കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാംസ് നടത്തുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ അവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, അത്രയും കാമായിട്ടിരിക്കണം, അത്രയും പേഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എക്സാം എഴുതാൻ നോക്കണം. ക്ലിയർ ആയോ? അല്ല വെപ്രാളം പിടിച്ച് ടെൻഷനായിട്ട് നമുക്ക് ഉള്ളതും കൂടി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ഇല്ല. ഞാൻ പണ്ടേ കുട്ടികളടുത്ത് പറയുന്നതാണ്, നമ്മൾ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 1 മാർക്ക് കിട്ടുമോ? ഇല്ല. ടെൻഷൻ അടിച്ചാൽ നമുക്ക് എന്തെങ്കിലും കയ്യിലുള്ളതും കൂടി പോകും. അപ്പോൾ നിങ്ങൾ കൂളായിട്ടിരിക്കുക, സമാധാനമായിട്ട് ഞാൻ ഇവിടെ എൻ്റെ കാംനെസ് അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻസ്, ഞാൻ എന്തുമാത്രം സമാധാനപരമായിട്ട് എക്സാം എഴുതുന്നതെന്നും കൂടിയാണ് ഇവിടെ അളക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. PSC അളക്കാൻ പോകുന്ന എന്തുമാത്രമല്ല, ഞാൻ എന്തുമാത്രം പഠിച്ചു എന്നത് മാത്രമല്ല, ഞാൻ എത്രമാത്രം പരീക്ഷ ഹാളിൽ കാമായിരുന്നു എന്നതും കൂടിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് നോർമലൈസ് അവർ ടെൻഷൻ. നമുക്ക് ടെൻഷൻ വരും അല്ലേ, ടെൻഷൻ വരുന്നത് സ്വാഭാവികമാണ്. നാളെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിലെ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരാൾക്കായിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ കാണും, എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ടെൻഷൻ എന്ത് ചെയ്യുക, നോർമലൈസ് ചെയ്യുക. ടെൻഷൻ ഈസ് നോർമൽ. ആർക്കും ടെൻഷൻ നോർമലാണ്. എല്ലാവരും അങ്ങനെ കൂളായിട്ടൊന്നും അല്ല എക്സാം എഴുതാൻ പോകുന്നത്. നമുക്ക് ആ ടെൻഷൻ നോർമലാണ്. നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് എന്തെങ്കിലും എടുത്ത് വെച്ച് നോക്കുമോ? ഇല്ല. നമുക്ക് അവസാന നിമിഷം നമുക്ക് എന്തെങ്കിലും റിവൈസ് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുമോ? ഇല്ല. നമ്മൾ കൂളായിട്ടോ നാളെ എക്സാമാ, ഹോൾ ടിക്കറ്റ് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഡൗൺലോഡ് ചെയ്ത് പോയി എഴുതിയിട്ട് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്, നിങ്ങൾ അത്രത്തോളം സീരിയസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് പേര് നിങ്ങൾക്കറിയാം, ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത്രയും ആൾക്കാരും ഇതേ സീരിയസ്നെസ്സോടുകൂടി അല്ലെങ്കിൽ ഇവർക്ക് അതേ ടെൻഷൻ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ ഈ എക്സാം സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ടെൻഷൻ നല്ലതാണ്. ഓക്കെ, ടെൻഷൻ നോർമലൈസ് ചെയ്യുക. ടെൻഷൻ ഹാപ്പൻസ്. ടെൻഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടല്ലോ എന്ന് എനിക്കെല്ലാം മറന്നു പോകുമല്ലോ എന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ടിരിക്കുക. ഒന്നുമില്ല, നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും ഈ ഒരു എനർജി നിങ്ങൾ സഹായിക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഞാൻ സെക്കൻഡ് കാര്യം, ടെൻഷനുണ്ട്, നോർമലാക്കുക. ഓക്കെ, ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ കുറച്ചുകൂടി പഠിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യരുത്, വെപ്രാളം കൂടി നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്.
ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 2 പോയിന്റ് മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എക്സാം ഹോളിലോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ വരിക. ടെൻഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് നമ്മളെ ബ്രീത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മളെ ബ്രീത്ത് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്, നമ്മൾ ടെൻഷൻ കൂടുമ്പോൾ നമ്മളെ ബ്രീത്ത് എന്ത് ചെയ്യും, ഭയങ്കര ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ചെറിയൊരു ടെക്നിക്ക് നമുക്ക് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, എവ്രിബഡി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചിരിക്കുക. ഞാൻ പറഞ്ഞ കേൾക്കുക. നമ്മൾ 1 മുതൽ 4 എണ്ണുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും, ഇൻഹേൽ ചെയ്യണം. 1, 2 എണ്ണുമ്പോൾ അത് ഹോൾഡ് ചെയ്യണം. അതിനൊക്കെ 1 to 5 എണ്ണുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം, എക്സേൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ റൂള്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 to 4 ഇൻഹേൽ, 1 to ഹോൾഡ് ആൻഡ് 1 to 5 എക്സേൽ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡി? ക്ലോസ് യുവർ ഐസ്. ഇൻഹേൽ, മനസ്സിൽ കൗണ്ട് ചെയ്യുക കേട്ടോ. ഹോൾഡ്, എക്സേൽ. ഒന്നുകൂടി ചെയ്തേ. ഇൻഹെയിൽ, ഹോൾഡ്, എക്സേൽ. നമ്മളെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും പോകുന്ന നമുക്ക് ഇമാജിൻ ചെയ്യുക. ഇൻഹെയിൽ, ഹോൾഡ്, എക്സേൽ. ടെൻഷൻ എല്ലാം പുറത്തു പോട്ടെ. ഒന്നും കൂടി. ഇൻഹെയിൽ, ഹോൾഡ്, എക്സേൽ. വായി കൂടെ എക്സേൽ ചെയ്യാം. ഒരു റൗണ്ട് കൂടി പോവാം. ഇൻഹെയിൽ, ഹോൾഡ്, എക്സേൽ ത്രൂ യുവർ മൗത്ത്. ലാസ്റ്റ് റൗണ്ട്. ഇൻഹെയിൽ, ഹോൾഡ്, എക്സേൽ ത്രൂ യുവർ മൗത്ത്. Slowly open your eyes. കാമായോ? ഓക്കെ, എപ്പോൾ ടെൻഷൻ ഒരുപാടാണെന്ന് തോന്നുന്ന സമയത്തും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഈ ഒരു ചെറിയ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ എന്താവും, കാമാവും. ഓക്കെ, ഫ്രഷ് ആയില്ലേ? അപ്പം അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ടെൻഷൻ അടിക്കരുത്, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ ഓവറാണെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനിയും കുറച്ചുകൂടി ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത് എന്ത് വേണ്ടിയുള്ള എക്സാമാ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എക്സാം ആണോ? അല്ലല്ലോ. നമുക്കിനി ഒരുപാട് എക്സാം 2026 വരാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങാണ്. ഓക്കെ, ഫസ്റ്റ് എക്സാം ആണ്. നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് നമുക്ക് എക്സാം നമ്മളോട് എഴുതാൻ പറ്റിയില്ല, എനിക്ക് പോട്ടെ, എന്ത് സംഭവിക്കാൻ പോകാനാ? അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഒരുപാട് എക്സാംസ് മുന്നിലോട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നമ്മളെന്താ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് എന്ന രീതിയിൽ മനസ്സിൽ വെച്ചേക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, എക്സാം ഹോളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോവാ? എക്സാം ഹോളിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കുറച്ച് നേരം സമാധാനത്തിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ടെക്നിക്കൊക്കെ ചെയ്തിട്ട് സമാധാനത്തിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും. ജസ്റ്റ് എല്ലാം ഒന്ന് സ്കാൻ ചെയ്യാം. എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എന്തുമാത്രം ഉണ്ട്, എന്തുമാത്രം ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് എത്ര വന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാം നോക്കി, എല്ലാം അറിയാവുന്നതാണോ എന്നൊക്കെ നോക്കി ഒന്ന് എന്ത് ചെയ്യാം, കാമായിട്ടിരിക്കുക. അത് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആദ്യം അറിയാവുന്നത് അങ്ങ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിരിക്കുക. സാധാരണ ഞാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, അറിയാവുന്ന ആൻസർ പക്ക 100% അറിയാവുന്നത് നമുക്ക് ടിക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്താ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇതെല്ലാം അറിയാം എന്നുള്ള ഫീൽ നമുക്ക് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒരു ഫീൽ വരും. ഓക്കെ, ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റെന്താ കുറച്ചും കൂടി ആലോചിച്ചാൽ കിട്ടുന്നതും ഇതിനകത്തുണ്ട്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ 100% അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അങ്ങ് ചെക്ക് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? ഇനി എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചോ, ജസ്റ്റ് സ്റ്റക്കായിപ്പോയി. ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും എനിക്ക് അറിയാവുന്ന സാധനം എന്തെങ്കിലും കിട്ടുന്നില്ല, എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ടെൻഷനായി കുളവായി എന്ത് ചെയ്ത് ബാക്കിയൊന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ വരരുത്. അതവിടെ വിട്ടേക്കുക, അടുത്ത എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാത്സ് പ്രോബ്ലം ആയിരിക്കും, ചെയ്ത് പകുതി എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കിട്ടുന്നില്ലല്ലോ, ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞാൽ കുറേ സമയം അവിടെ കൊണ്ട് കളയരുത്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് എന്ത് ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൊത്തം എക്സാം ആണെന്ന് വിചാരിച്ച് അതിനകത്ത് തൂങ്ങിക്കിടക്കരുത്. ക്ലിയർ ആണല്ലോ? അതാണ് അടുത്ത പോയിന്റ്. പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ എന്താ ഇരിക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം ആൾക്കാരെ നോക്കിയിട്ട് ആ കൊച്ചാണ് എല്ലാം കറപ്പിക്കുന്നത്, ഈ കൊച്ചു എന്തോ ഇത്ര ഇങ്ങനെ കറപ്പിക്കുന്നത്, എന്തോന്നും പോലും നോക്കുന്നില്ലല്ലോ, അങ്ങനെ ആലോചിച്ചിട്ട് ആൾക്കാരെ നോക്കി നമ്മൾ സ്വയം നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അവരവരുടെ സ്പീഡിൽ എഴുതട്ടെ, നമ്മൾ നമ്മളെ രീതിയിൽ എഴുതുക. ഓക്കെ, കമ്പയർ ചെയ്യരുത്. നമുക്ക് ഓൾറെഡി നമുക്ക് എന്തുണ്ട്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ അവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്.
ക്ലിയർ ആണല്ലോ? അതാണ് ഒരു പോയിന്റ്. ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് നമ്മൾ എക്സാം ഹോളിൽ കയറി ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി കാണും. ഞാൻ സാധാരണ ചെയ്യുന്നത് ആദ്യമേ എല്ലാം കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, 100% കറക്റ്റ് ആണെന്ന് തോന്നുന്നത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബബിൾ ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് മാറ്റി ബബിൾ ചെയ്യത്തുള്ളൂ. ബബിൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ബബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ഒന്നും കൂടി പറഞ്ഞു തരും. പുതിയ കുട്ടികളുണ്ടെന്ന രീതിയിൽ തന്നെ ക്ലാസ് ടീച്ചർമാർ പറഞ്ഞു തരും. ഇനി അവർ പറയുന്നില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബബിൾ ചെയ്യാം. ഓക്കെ, അതിനൊക്കെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ എഴുതാനുള്ള കോളം ഉണ്ട്. അത് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ചോദിച്ചിട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. എക്സാം ഡേറ്റിനടുത്ത് എക്സാം ഡേറ്റ് എഴുതുക. ക്ലിയർ ആണല്ലോ? അത് തിരിഞ്ഞു പോകരുത്. ഓക്കെ, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ടീച്ചർമാർ പറഞ്ഞു തരും. പറഞ്ഞു തന്നില്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ ലൈഫാണ്, നമ്മുടെ എക്സാം ആണ്. അതുകൊണ്ട് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും അവർ ചോദിക്കാം. അതിനകത്ത് നാണക്കേടൊന്നും വിചാരിക്കരുത്. ക്ലിയർ ആണല്ലോ? അത് കണക്ക് തന്നെ നല്ല കറക്റ്റായിട്ട് തെളിയുന്ന പേനകൾ കൊണ്ടുപോവുക. പുതിയ പേനകൾ ഉപയോഗിക്കാതിരിക്കുക. എന്ത് ചെയ്യുക, നല്ല യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലോ ചെയ്യുന്ന പേനകൾ എഴുതുക. വെച്ചാൽ ഒരുപാട് ലീക്കായി പോകുന്ന പേനയെന്നല്ല ഉദ്ദേശിച്ചത്, നല്ലപോലെ കറുപ്പിക്കാൻ പറ്റുന്ന പേനകൾ യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? പിന്നെ എന്താ പറയാനുള്ളത്? വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം ഒരുപാട് കുടിച്ചിട്ട് പിന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ജസ്റ്റ് കുറച്ച് സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകുക. ക്ലിയർ ആണല്ലോ? അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എക്സാം ഹോളിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇന്ന് രാത്രി സമാധാനത്തിൽ കിടന്നുറങ്ങുക. ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോവുക. പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിലെ ക്ലാസ്സുകൾ റിവിഷൻ ക്ലാസ്സസ് കാണുമല്ലോ, ജസ്റ്റ് അതൊക്കെ ഇട്ട് ഓരോ പോയിന്റ് കിട്ടുന്ന രീതിയിൽ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ലോ? അല്ല അത് കണ്ടിട്ട് ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു അങ്ങനെ നാലോ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് എക്സാം ഹോളിലിരിക്കുമ്പോൾ ഓർമ്മ വരും. അതൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ ഒരു ചിന്ത കാണും, എക്സാം ഹോളിലിരിക്കുമ്പോൾ എനിക്കെല്ലാം ഓർമ്മ വരുമെന്ന്. എക്സാം ഹോളിലിരിക്കുമ്പോൾ ഓർമ്മ വരും. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാം ഹോളിലിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു 1.25 മണിക്കൂർ നമ്മൾ എവിടെ ഇരിക്കുന്നില്ലേ, ആ സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ തെളിഞ്ഞ് വരും. മനസ്സിലായല്ലോ? അത് നമ്മൾ പഠിക്കുന്ന എല്ലാം ഇങ്ങനെ മൈൻഡിൽ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനിക്ക് ഓർമ്മ വരുമോ വരത്തില്ലെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഓർമ്മ വരും. പഠിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ഓർമ്മ വരും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കാമായിട്ടിരിക്കുക. ഈ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിനെ തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാണ്. നമുക്ക് ഒരുപാട് എക്സാം 2026 കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. ക്ലിയർ ആണോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഴുതാൻ പറ്റുന്നത് നിങ്ങൾ കൂളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ്. നല്ലോണം ചിരിച്ചേ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വന്നിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കയറാനുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലപോലെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.